pH എന്നുള്ളത് വെള്ളത്തിനുണ്ട്, നമ്മുടെ ഈവൻ ബ്ലഡിൽ വരെ pH ഉണ്ട്. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ pH ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ pH ബൂസ്റ്റർ. കോഴിത്തീറ്റയ്ക്ക് പോകുന്നത്, നമ്മുടെ മുട്ടയുടെ തോടുറയ്ക്കാനും കോഴിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ ക്രഷ്ഡ്, അതായത് പൊടിയൊന്നും ഇല്ലാണ്ട് തരി മാത്രമായിട്ട്. ഇത് കോഴി തിന്നോ ഡയറക്റ്റ്? പിന്നെ പപ്പയാണ് നമ്മുടെ മാനുഫാക്ചറിങ് ഫുൾ ഹാൻഡിൽ ചെയ്യുന്ന ഫാദറാണ്. ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോപ്പ് ടു ക്രോപ്പ് നമ്മൾ ഡിഫറൻസ് വരുന്നുണ്ട്. ഒന്ന് കാണിക്കാവുന്ന, അതായത് ഇത് തരി കൂടുതലാണ്, ഇതൊരു 5 to 6 mm വരുന്ന തരിയാണ്. ഇതാണ് ലോങ് ടേം ക്രോപ്സിന്. ഇതുണ്ടോ മല പോലെയാണ് കക്കയുടെ തോട് കിടക്കുന്നത്. ബ്രോ ഇതെന്താണ് ഇത് സംഭവം? ഇത് നമ്മുടെ കായലിൽ നിന്ന് കിട്ടുന്ന കക്കയാണ്, നമ്മുടെ കക്ക, അതിന്റെ തോടാണ് ഈ കക്ക. സോ ഗൈസ്, നമ്മളിപ്പം ആലപ്പുഴയിലാണ് ഉള്ളത്. സ്ഥലത്തിന്റെ പേര് ഇത് ആലപ്പുഴ മണഞ്ചേരി. ഇതാണ് മിസ്റ്റർ സനു, ഒരു ചെറിയ യങ് അഗ്രി ഓണ്ടർപ്രണർ ആണ്. പുള്ളി കക്കയുടെ എന്താ പറയുക സോയിൽ pH ഒപ്റ്റിമൈസർ. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ ഈ ഒരു ഐഡിയയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറയാമോ? നമ്മൾ മനസ്സിലാക്കിയത് കർഷകർ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മണ്ണിന്റെ അസിഡിറ്റി, പുളിപ്പെന്നുള്ളത്. അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ നേച്ചറിൽ നിന്നുള്ള കക്ക കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ pH ബൂസ്റ്റർ. ഓക്കെ. സോ ഞാൻ ഇത് എന്താ പറയുക ഒരുപാട് ഇടത്ത് കേട്ടിട്ടുണ്ട് സോയിലിന്റെ ആസിഡിറ്റി. എല്ലാത്തിനും പ്രധാന കാരണം സോയിലിന്റെ pH ആണ്. ഇന്ന് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മണ്ണിന്റെ അമ്ലത്വം എന്ന് പറയുന്നത്. അതിനൊരു പരിഹാരമാണ് നമ്മുടെ pH ഒപ്റ്റിമൈസർ ആയിട്ടുള്ള കക്ക. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ കക്കയെ കുറിച്ച് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഇത് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്? ഈ കക്ക ആദ്യം എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്? ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാരുകാരിൽ നിന്നാണ് നമ്മൾ ശേഖരിക്കുന്നത്. ഇതിന്റെ ഇറച്ചിയാണ് വിൽപ്പനയ്ക്ക് പോകുന്നത്, തോടാണ് നമ്മൾ നമ്മുടെ pH ബൂസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ആദ്യം പറയുന്നത് കക്ക വാരുക, അതായത് കായലിൽ നിന്നാണ് കായലിലാണ്. കാരണം ഇതിൽ കാൽഷ്യത്തിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വാരി കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താ? വാരി കളഞ്ഞ് തിളപ്പിച്ച് അതിന്റെ ഇറച്ചി മാറ്റിയിട്ട് നമ്മൾ തോട് നമ്മുടെ pH ബൂസ്റ്ററിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് കാണിക്കോ, എങ്ങനെ ഓപ്പൺ ആണെന്ന് കാണിച്ചു തരാം. അതായത് തിളപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ കക്ക കായലിൽ നിന്ന് ഇങ്ങനെയാണ് വാരുന്നത്, ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ തിളപ്പിക്കുമ്പോഴാണ് ഇത് തുറന്ന് ഇതിന്റെ ഇറച്ചി പുറത്തേക്ക് വരികയും ചെയ്യും. നമ്മൾ ഇതിന്റെ തോട് അവർ മാറ്റിയിടും. അതാണ് നമുക്ക് മാർക്കറ്റിൽ കക്ക ഇറച്ചിയായിട്ട് കിട്ടുന്നത്. അതെ. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാൻ കക്കയുടെ തന്നെ പല രീതിയിൽ കണ്ടിട്ടുണ്ട് വലിപ്പമുള്ളത്. ചിലര് ഓയിസ്റ്റർ എന്ന് പറയും, ചിലര് ഇത് ക്ലാംസ് എന്ന് പറയും, ചിലര് മസൽസ് എന്ന് പറയും. അപ്പൊ ഇത് ക്ലാംസ് അല്ല, നമ്മുടെ ഇത് ക്ലാംസ് ആണ്, ബ്ലാക്ക് ക്ലാംഷെൽ ആണ് ഇത്. ഇതിൽ ന്യൂട്രിയൻ കണ്ടന്റും കാൽഷ്യത്തിന്റെ കണ്ടന്റും വളരെ കൂടുതലാണ് കമ്പയറിംഗ് ടു അതർ ഷെൽസ്. അതെ. അപ്പൊ ഇതാണ് ഏറ്റവും അതെ ന്യൂട്രിയൻ റിച്ച് ആണ്, മിനറൽ റിച്ച് ആണ് ഇത്. അതെ. പിന്നെ വേറൊരു ഡൗട്ട്, എനിക്ക് ഉള്ള ഒരു ഡൗട്ടാണ്, ഈ കക്കയില്ലേ ഇതിന്റെ ഒരു പ്രോസസ് നിങ്ങൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുമോ? നമ്മളിത് പ്യുവർ ഫോം ഓഫ് കക്ക ക്രഷ്ഡ് ആണ് ഇത്. അതായത് ഡയറക്റ്റ് ഇത് നമ്മൾ ക്രഷ് ചെയ്ത് നമ്മൾ ഇതിന്റെ മാക്സിമം ഇതിന്റെ കാൽഷ്യം എൻഹാൻസ് ചെയ്തിട്ടാണ് നമ്മൾ pH ബൂസ്റ്റർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ്, അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇത് എന്ത് തരത്തിലുള്ള ക്രോപ്പുകൾക്കാണ് കൂടുതൽ? ഇത് ഏത് തരം കൃഷിക്കും പോകും, ലോങ് ടേം, ഷോർട്ട് ടേം, വെജിറ്റബിൾസ് എല്ലാത്തിനും പോകും ഇത്. നമ്മുടെ സോയിലിന്റെ pH കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് വളം ഇട്ടിട്ടും കാര്യമുള്ളൂ. പ്രോപ്പർ ന്യൂട്രിയൻ ഇൻടേക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സോയിൽ പ്രോപ്പർ ആയിരിക്കണം. അതാണ് മെയിൻ ആയിട്ടും അതാണ്. അതെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കേരളത്തിലല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ? നമ്മളിപ്പോ കേരളത്തിലോട്ടും ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ബിഗ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ ബ്രൂണിയിലേക്ക്, സുൽത്താൻ ഓഫ് ബ്രൂണിയിലേക്ക് നമ്മുടെ സാധനം നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ട്രയൽ അടിച്ചിട്ടുണ്ട്, 5 ടണ്ണിന്റെ ആയിട്ടുണ്ട് ഫസ്റ്റ് ട്രയൽ. അവിടെ അത് പരീക്ഷണത്തിലാണ്. അവരുടെ പൊള്ളാച്ചിയിൽ ഒരു ഫസ്റ്റ് ട്രയൽ കഴിഞ്ഞായിരുന്നു. ഇപ്പം സെക്കൻഡ് അവരുടെ കൺട്രിയിലോട്ട്. നമ്മളിതിപ്പോ ഒരു 3 വർഷമായി ഫീൽഡിലായിട്ടുണ്ട്. അതെ. അപ്പൊ തന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു യൂണീക് ഐഡിയ ആണ്. അല്ല, നമ്മുടെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണ് കക്ക. അല്ല, ഞാൻ റെഗുലർ ആയിട്ട് കേട്ടിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ശുദ്ധീകരിക്കാനായിട്ടാണ് ആദ്യം ഇത് ബേസിക് ആയിട്ട് നീറ്റ് കക്ക ഫോമിലാണ് പൊക്കോണ്ടിരിക്കുന്നത് കൃഷിയിലേക്ക്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി ക്രഷ്ഡ് ഫോം കുറെ നാള് ഇതിന് 1 to 1.5 ഇയേഴ്സ് വരെ pH മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. pH മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു 45 to 50 ഡേയ്സ് പ്രോസസ് അല്ല. അതാണ് നീറ്റൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇതൊരു 1.5 to 2 ഇയേഴ്സ് വരെ സോയിൽ കറക്റ്റ് ആയിട്ട് pH മെയിൻറ്റെയിൻ ചെയ്യും, പ്രോപ്പർ ഹെൽത്ത് നിലനിർത്തും. സോ ഇറ്റ് ഗീവ്സ് ബെറ്റർ ഈൽഡ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സോയിലിലേക്ക്. 2 വർഷത്തേക്കല്ല 1.5 വർഷത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല.
അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നിങ്ങള് കായലിലൊക്കെ പോയി ഇതെടുത്തില്ലേ, ഡയറക്റ്റ് അവരുടെ അടുത്ത് കണക്ട് അല്ല, ഇത് സൊസൈറ്റി മുഖേന്ദ്രമാണ് നമ്മൾ ഇത് എടുക്കുന്നത്. വാരുകാർ സൊസൈറ്റിയിലോട്ട് കൊടുക്കും, സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ ഇത് ശേഖരിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഈ പ്രോസസ് അല്ലേ ഈ പുഴുങ്ങുന്നത് വാരുകാരാണ് പുഴുങ്ങുന്നത്, എന്നിട്ട് കക്കാത്തോടാണ് സൊസൈറ്റിയിലേക്ക് പോകുന്നത്. അപ്പം ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അടി വരുന്നതാണ്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന്റെ ഒരു ക്യൂരിയസ്നെസ്, നമുക്കൊന്ന് നിങ്ങളുടെ ഒരു യൂണിറ്റ് തുടക്കവും നമ്മുടെ ചെറിയൊരു സംരംഭമാണ്, തീർച്ചയായിട്ടും ഒന്ന് കാണാം. ആയിക്കോട്ടെ. ഇതാരാണ്? ഇതെന്റെ ഫാദർ ആണ്, കോ-ഫൗണ്ടർ ആണ്. അതെ അതെ. അപ്പൊ പപ്പയുടെ പേര്? അച്ഛന്റെ പേര് സന്തോഷ് കുമാർ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടാണ്? പപ്പയാണ് നമ്മുടെ മാനുഫാക്ചറിങ് ഫുൾ ഹാൻഡിൽ ചെയ്യുന്ന ഫാദർ ആണ്. നമ്മൾ അതിന്റെ ബാക്ക് ആൻഡ് സൈഡും കാര്യങ്ങളും ഒക്കെ, നിങ്ങൾ മാർക്കറ്റിംഗ് കാര്യങ്ങളും പ്രൊഡക്ഷൻ ഫുൾ ഹാൻഡിൽ ചെയ്യുന്ന ഫാദർ ആണ്. ഒന്നുകൂടെ വ്യൂവേഴ്സിന് പറഞ്ഞ ലൊക്കേഷനും ഇതൊക്കെ? ഇത് ആലപ്പുഴ മണ്ണഞ്ചേരി. അതെ. നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നമ്പർ ഇമെയിൽ അതെല്ലാം കൊടുത്തേക്കാം. അപ്പം നമുക്ക് നിങ്ങളുടെ ഒരു ചെറിയ സംരംഭം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുക. കക്ക മൊത്തം കൂടി കിടക്കുന്നതുകൊണ്ട് അത് ഞാൻ കണ്ടപ്പോ ഒരു ചെറിയ എന്നാ പറയുന്നത്, ഒരു വിഷ്വലി ഒരു ഫസ്റ്റ് ടൈം ഇങ്ങനെ ഞാൻ കാണുന്നത്. അപ്പം ഇതാണ് ഇപ്പൊ നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക്. ഇത് നമ്മൾ ഡ്രൈ ചെയ്ത് കയറ്റുന്നതാണ് ഇത്. അപ്പം ഇത് ഡ്രൈ ചെയ്താലേ മെഷീനിൽ പ്രോപ്പർ ആയിട്ട് ക്രഷ് ആവത്തുള്ളൂ. മനസ്സിലായില്ലേ? വർക്കേഴ്സ് ഉണ്ട് നമുക്കിപ്പോ ഒരു 3-4 വർക്കേഴ്സ് ഉണ്ട്. പിന്നെ ലോഡിങ്ങിനൊക്കെ ആയിട്ട് വേറെ നമുക്ക് സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. അപ്പം ഇത് ആദ്യം അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടിടും? അല്ലല്ല, അവിടുന്ന് എടുത്ത് നമ്മൾ ഡ്രൈ ചെയ്യും. നമ്മളിത് പടുതായിലിട്ട് ഡ്രൈ ചെയ്യും. ഡ്രൈ ഇതിന്റെ വെള്ളാംശം കളഞ്ഞിട്ടാണ് നമ്മളിത് പൗഡേർഡ് ഫോമിലോട്ട് ആക്കുന്നത്. അപ്പൊ ഈ മഴക്കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടാവുമോ? മഴക്കാലത്ത് ചെറിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് വർക്ക് ഉള്ളതുകൊണ്ട് നമ്മളത് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം ഏത് ദിവസം വന്നാലും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഗോട്ട് ഇറ്റ്. ഇനി അടുത്തത് നമുക്ക് ഇതാണ് നിങ്ങളുടെ ഒരു യൂണിറ്റ് അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അപ്പം ഇതെല്ലാം ഈ മെഷീനൊക്കെ ഒപ്പിച്ചേ? ഇത് ഞാൻ ഹൈദരാബാദ് ഹരിയാനയിൽ പോയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഹരിയാനയിൽ പോയിട്ട് എന്റെ ഫസ്റ്റ് മെഷീൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതൊരു പ്രോട്ടോടൈപ്പ് ആണ്. അപ്പം ഇതിലാണ് ഞാൻ ഫസ്റ്റ് മാർക്കറ്റിൽ നമ്മുടെ ഇത് അരിയൊക്കെ പൊടിക്കുന്ന ഒരു. അതെ അതെ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ആയിട്ട് ഇതിലായിട്ട്, കാരണം മാർക്കറ്റിൽ പച്ചക്കക്ക പൊടി ആകുന്നതിന് മുന്നേ നമ്മളൊരു ഐഡിയ കിട്ടിയപ്പോൾ തുടങ്ങിയ ഒരു ഇതാണിത്. അപ്പം ഇതെങ്ങനെ എത്തുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ എടുത്തിട്ട് ഇത് നമ്മൾ ഇതിന്റെ ഹാമർ എല്ലാം മാറ്റി. കാരണം കക്കായ്ക്ക് തേയ്മാനം ഭയങ്കര കൂടുതലാണ്. ഇറ്റ്സ് ഹാർഡ് ആയതുകൊണ്ട് ഇതിന്റെ തേയ്മാനം കാരണം നമുക്കിതൊരു ഭയങ്കര മെയിൻ്റെനൻസ് വരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ടെക്നിക്കലി പോസിബിൾ അല്ല, ബട്ട് വി ഗോട്ട് എ ആക്ച്വൽ പ്രൊഡക്റ്റ്. സോ അതിൽ നിന്നാണ് നമ്മൾ ഈ മെഷീനിലേക്ക് ഞാൻ പോയി ഹരിയാനയിൽ പോയിട്ട് നമ്മൾ അവിടെ പോയി ഡിസൈൻ ചെയ്ത് നമ്മൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ട് വന്നത്. ഇതിലാണ് നമ്മുടെ പ്രോപ്പർ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കൊരു 5 to 6 ടൺസ് വരെയൊക്കെ നമ്മൾ ഈ മെഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ദൂരെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്നാ പറയുന്നത്, ക്രഷ്ഡ് മെറ്റൽ, അതായത് ഈ മെറ്റിലൊക്കെ പൊടിക്കുന്ന പോലെ ദൂരെ നോക്കി കഴിഞ്ഞാൽ കിടക്കുന്നത്. അപ്പം ഇതില് ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോപ്പ് ടു ക്രോപ്പ് നമ്മൾ ഡിഫറൻസ് വരുന്നുണ്ട്. ഒന്ന് കാണിക്കാം. അതായത് ഇത് തരി കൂടുതലാണ്. ഇതൊരു 5 to 6 mm വരുന്ന തരിയാണ്. ഇതാണ് ലോങ് ടേം ക്രോപ്സിന്, ബേസിക്കലി കാടമത്തിനൊക്കെ പോകുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ് കാടമമാണ്, അവരിലേക്കാണ് കൂടുതലും പോകുന്നത്. അപ്പം ഈ ലോങ് ടേം ക്രോപ്സിന് അവർക്ക് pH മണ്ണിൽ കടന്നാൽ ലീച്ച്, അതായത് പ്രോപ്പർ ആയിട്ട് ഇത് ആവശ്യം അനുസരിച്ച് പ്രവർത്തിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ മറ്റുള്ള കുമ്മായം എന്നൊക്കെ പറയുന്നത് അത് ജസ്റ്റ് ഒരു 45 days, ഫ്രം 4.5 pH to 10 ഒറ്റയടിക്കാണ് പോകുന്നത്. നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല. നമുക്കൊരു 6.5 to 7 ആണ് ഐഡിയൽ pH എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് എത്ര ആവശ്യം? ഇത് 6.5 to 7 എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ വർക്ക് നിർത്തും, പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. പിന്നെ ഇത് എപ്പം pH ഡൗൺ ആവുന്നോ അപ്പോഴേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. സാധാരണ നമ്മൾ കാണുവാണെങ്കിൽ ഈ കുമ്മായൊക്കെ ഇങ്ങനെ കലക്കി അഗ്രികൾച്ചർ ഫീൽഡിൽ പോകുന്നുണ്ട്, അതിനകത്ത് ചില കെമിക്കലും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്താണ് എന്നോട് പറയാനുള്ളത്, ഒരു കെമിക്കലും ഇല്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഗുഡ് ഫോർ സോയിൽ. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഓർഗാനിക്. ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ ഫ്രം നേച്ചർ ടു നേച്ചർ. അപ്പൊ ഞാൻ അത് ചോദിക്കാൻ മറന്നുപോയി. ഈ ഒരു ഇനോ അഗ്രി, ഇപ്പൊ നമുക്ക് അറിയാം, അവരുടെ ബാഗിൽ ഞാൻ കാണിച്ചു തരാവേ. ഇനോ അഗ്രി എന്നാണ് കാണിക്കുന്നത്. ഇതാണ് ഇനോ അഗ്രി. ഈ പേര് വരാനുള്ള കാരണം? ഇനോ അഗ്രി ഇന്നോവേഷൻ അഗ്രികൾച്ചർ. ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞത് ടു സസ്റ്റെയിൻ ദ സോയിൽ. നമ്മൾ സോയിലിനെ നമ്മൾ പ്രോപ്പർ ആക്കുക എന്നാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതാണ് നമ്മൾ ഫ്രം നേച്ചർ ടു നേച്ചർ ഫോർ നേച്ചർ. നേച്ചറിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഇത് മെട്രോ മെറ്റീരിയൽ. നേച്ചർ കംപ്ലീറ്റ് നേച്ചർ റിലേറ്റഡ് ആണ്. അതെ അതെ.
പിന്നെ ഇതിലുള്ള ഒരു പ്രോബ്ലംസ് എന്ന് പറയുമോ, ഒരു യങ് സംരംഭകനാണ്, അപ്പം നമുക്കറിയാം ഒത്തിരി ഉപയോഗമുണ്ട്. അപ്പം ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിൽ ഒരുപാട് കെമിക്കൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കർഷകർ. കാരണം എന്റെ ചെടിക്ക് പെട്ടെന്ന് വളർച്ച വരണം, അല്ലെങ്കിൽ ഈൽഡ് കൂടണം എന്നൊക്കെ പറഞ്ഞ് പല പല കെമിക്കൽ ഉപയോഗിക്കും. ആ ട്രെൻഡൊക്കെ മാറി. ഇപ്പൊ ആളുകൾ ഓർഗാനിക്കിലേക്കാണ്. ആളുകൾക്ക് വിഷം തിന്നാൻ ഇപ്പൊ താല്പര്യമില്ല. നല്ല സാധനം ഉപയോഗിക്കും. നമ്മുടെ ആൾക്കാർ വന്ന് വീട്ടിൽ നമ്മുടെ സാധനം നമ്മുടെ ഡയറക്റ്റ് യൂണിറ്റിൽ വന്ന് എടുക്കുന്നുണ്ട്. ഇത് പൗഡേർഡ് ഫോം ആണ്. ഇതാണ് വെജിറ്റബിൾസിന് പോകുന്നത്. കാരണം ഇത് പെട്ടെന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഏറ്റവും പൗഡേർഡ് ഫോമിൽ കൊടുക്കുന്നത്. സോ ക്രോപ്പ് ടു ക്രോപ്പ് ഇത് ഡിഫർ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഏലത്തിന് അങ്ങനെയുള്ള ഏലത്തിനും കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ ഷോർട്ട് ടേം ആയിട്ടുള്ള. അതെ അതെ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു. അതാ ഞാൻ ചോദിച്ചത്. അപ്പം ബുദ്ധിമുട്ടുള്ള എന്തൊക്കെയാണ് ഈ ഒരു പ്രോസസ്സിൽ? നമുക്ക് ആദ്യം മാർക്കറ്റിംഗിൽ നമുക്ക് അവയർനെസ് ആണ് ഞാൻ ഏറ്റവും ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറയുന്നത്. ആളുകളിലേക്ക് ഇതിന്റെ ഒരു സ്റ്റഡി ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് ഞാൻ ബ്രോനെ സമീപിച്ചതും നമുക്ക് ആളുകളിലേക്ക്. ഞാൻ അതാണ് എന്റെ ഒരു മാക്സിമം എഫോർട്ട്. കാരണം സോയിൽ pH എന്നുള്ളത് ഒരു ഭയങ്കര വലിയ പ്രശ്നമാണ്. അത് ആളുകൾക്ക് അത്ര അറിയില്ല. എന്തേലും വളമിട്ട് കൊടുത്തോണ്ട് കാര്യമില്ല. നമ്മുടെ സോയിലിലെ pH കറക്റ്റ് അല്ലെങ്കിൽ എന്ത് വളമിട്ടിട്ടും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഇറ്റ്സ് എ കംപ്ലീറ്റ് pH optimizer as well as it acts as a good I mean fertilizer. മനസ്സിലായില്ലേ? ഇറ്റ്സ് കാൽഷ്യം റിച്ച്. അതുപോലെ ഈ ബാഗിനകത്ത് എത്ര കിലോ കൊള്ളും? ഇത് നമ്മൾ 25 കിലോ ബാഗാണ് സപ്ലൈ ചെയ്യുന്നത് വലിയ ആൾക്കാർക്ക്. അതുപോലെ ചെറിയ നമ്മുടെ അടുക്കളത്തോട്ടം ഗാർഡനേഴ്സിനൊക്കെ നമ്മൾ 5 കിലോ 10 കിലോ ബാഗ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ? നമുക്ക് 3-4 വർക്കേഴ്സ് ഉണ്ട്. അവരെ കൊണ്ട് അവരെ ഡ്രൈ ചെയ്യാനും മെഷീൻ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ അവർ തന്നെയാണ്. ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്തോരൊക്കെ നമുക്ക് ഒരു 5-6 ടൺ വരെ നമ്മൾ പൊടിക്കും. നമ്മുടെ മെഷീനിൽ പുതിയ മെഷീനിൽ. പിന്നെ ഈ വർക്കിംഗ് ഇതിലൊക്കെ ഒന്ന് പറയോ? കറണ്ടിന്റെ പരിപാടിയും ഇതൊക്കെ എക്സ്പെൻസീവ് ആണോ മാസം? നോർമൽ മാനേജബിൾ ആണ് അല്ലേ? ഇപ്പൊ കൂടുതൽ നോക്കി കഴിഞ്ഞാൽ ഏലമാണ്. എങ്ങോട്ടാ പോകുന്നത്? ഇടുക്കിക്കോ? അതെ, നമ്മൾ മാർക്കറ്റ് തുടങ്ങുന്ന ഫസ്റ്റ് കാടമത്തിൽ നിന്നാണ്. ഇപ്പൊ നമുക്ക് വെജിറ്റബിൾസിലും കാര്യങ്ങൾക്കും ഒക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. നമ്മളിപ്പോ അവയർനെസ് കൊടുക്കുന്നുണ്ട് ആളുകളിലേക്ക് കക്കയുടെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ എന്നാ പറഞ്ഞത്, അപ്പം ഇത് കൂടുതൽ ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴും ഇത് സ്പ്രെഡ് ആകുന്നത്. മലയാളത്തിൽ ചെയ്യാനുള്ള കാരണം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ആൾക്കാരിലേക്ക് എത്തണം. അതുപോലെ ഇതിന്റെ ഒരു ഉപയോഗം, അതായത് യൂസസ്. മണ്ണിന്റെ പുളിപ്പ് നിയന്ത്രിക്കുക എന്നാലേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആളുകൾ കൊണ്ട് ചുമ്മാ കൊണ്ടുപോയിട്ട് കുറെ ചാണകം കോഴിവളം ഒക്കെ ഇടും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മണ്ണിന്റെ pH കറക്റ്റ് ആകുക. ഇത് തന്നെ നല്ലൊരു വളമാണ്. നമ്മൾ നീറ്റൊക്കെ അല്ലെ കുമ്മായം കൂട്ടൽ ഇത് നല്ലൊരു വളമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഏതൊരു നൈട്രജൻ ആയിക്കോട്ടെ ഫോസ്ഫറസ് ആയിക്കോട്ടെ എന്തൊക്കെ ഇട്ടാലും നമ്മുടെ മണ്ണിൽ തന്നെ വേണ്ടത്ര ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്. അത് പ്രോപ്പറായിട്ട് റൂട്ട്സിന് അബ്സോർവ് ചെയ്യണമെങ്കിൽ pH കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഇത് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് പ്രോപ്പർ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് കാൽഷ്യം ആണ് ഇത് പ്ലാന്റ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ആണ്. അപ്പൊ സനുവിനെ കുറിച്ചൊന്ന് പറഞ്ഞ് എങ്ങനെയാണ്? ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് എന്റെ ബിടെക് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ഞാനിപ്പം കോഗ്നിസന്റ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് കൂടെ ചെയ്യുവാണ്. അതെ അതെ. വണ്ടർഫുൾ. അപ്പൊ എനിക്കൊരു ചെറിയ ക്യൂരിയസ്നെസ്. അപ്പം ഈ അഗ്രികൾച്ചർ മാത്രമാണ്? അഗ്രികൾച്ചറല്ല, pH എന്നുള്ളത് വെള്ളത്തിനുണ്ട്. നമ്മുടെ ഈവൻ ബ്ലഡിൽ വരെ pH ഉണ്ട്. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ pH ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ pH ബൂസ്റ്റർ. ഇത് നമ്മൾ ഒരു കിണറ്റിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഇറക്കിയിടുവാണ്. നമ്മുടെ ഇതൊരു 5 കിലോ ബാഗ്സ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നത്. ഡയറക്റ്റ് നമ്മുടെ ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് ത്രൂയിലോ നമ്മളെ കോൾ ചെയ്തിട്ട് അല്ലല്ല, അതിനാണ് ഈ കക്ക. അതെ, ഇത് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യും. ഇത് വെള്ളക്കക്ക എന്ന് പറയും. അപ്പൊ ഇതിന്റെ പുറത്ത് ഇങ്ങനെ കറുത്ത തൊണ്ടൊന്നും ഇല്ല. ഇത് വെള്ളക്കക്ക. ഇത് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള കക്കയാണ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്. ഇത് കടലിലെ അല്ല, ഇത് കായലിലെയാണിത്. കായലിലെ വെള്ളക്കക്ക പൊടിച്ചതാണിത്. അപ്പം നമ്മൾ ഇത് പൗഡേർഡ് ഫോം ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ വാട്ടർ pH ഒപ്റ്റിമൈസർ ആയിട്ട് നമ്മൾ കസ്റ്റമറിലേക്ക് കൊടുക്കുന്നത്. ബ്രോ, പിന്നെ എന്തോ ഒരു സാധനം കാണിക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇതാണ് നമ്മുടെ കോഴിത്തീറ്റയ്ക്ക് പോകുന്നത്. നമ്മുടെ മുട്ടയുടെ തോടുറയ്ക്കാനും കോഴിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ ക്രഷ്ഡ്, അതായത് പൊടിയൊന്നും ഇല്ലാണ്ട് തരി മാത്രമായിട്ട്. ഇത് കോഴി തിന്നോ ഡയറക്റ്റ്? പിന്നെ
മുട്ടക്കോഴിക്കൊക്കെ നമ്മുടെ സ്ഥിരം പോകുന്ന സാധനമാണ്. അപ്പൊ ഇതിനകത്ത് കാൽഷ്യം കൂടുതലുണ്ട്, നല്ല തോട്. ഉറപ്പായിട്ടും അങ്ങനെയാണ് നമ്മുടെ മുട്ടയ്ക്ക് നല്ല ഉറപ്പ് വരുന്നത്. ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആട്ടോ. പിന്നെ കാൽഷ്യം, ഈ മുട്ടയുടെ ഇത് തന്നെ കാൽഷ്യം അല്ലേ, മുട്ടത്തോട് കാൽഷ്യമാണ്. ഈവൻ മുട്ടയുടെ തോട് വരെ ഒരു വളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചില അമ്മച്ചിമാരൊക്കെ വീട്ടിൽ ഇങ്ങനെ കോഴിയെ വളർത്തുന്നില്ല, അവർക്ക് വേണമെങ്കിൽ ഇത് മേടിച്ചോണ്ടോ? അവർക്ക് ധൈര്യമായിട്ട് മേടിക്കാം, അവർക്ക് മേടിക്കാം, പച്ചക്കറി വളർത്തുന്നവർക്ക് മേടിക്കാം. ഒരു ഫോൺ കോൾ അവയാണ് നമ്മുടെ സാധനം, നമ്മൾ അവിടെ എത്തിച്ചേരും. സോ അതാണ് ഇവരുടെ ഒരു പവർ. ഇപ്പൊ എത്ര വർഷം? 3 വർഷം അല്ലേ? അതെ, നമ്മൾ ഡയറക്ട് ടു കസ്റ്റമേഴ്സ് ആണ്. ഫ്രം മാനുഫാക്ചറിംഗ് യൂണിറ്റ് ടു ഡയറക്ട് ടു കസ്റ്റമേഴ്സ് ആണ്. നമുക്ക് ഇതിൽ ഇടനിലക്കാരില്ല, നമ്മൾ ഡയറക്ട് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ. അതാണ് ഒരു ചലഞ്ച് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതാണ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വിളിക്കുക, ചോദിക്കുക. അപ്പൊ അവർ തന്നെ അതിന്റെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എന്തിനാണ്, വാട്ട് ഈസ് ദ യൂസ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കൃഷിക്കാണോ, അല്ലെങ്കിൽ കോഴിക്കോടുക്കാണോ, അല്ലെങ്കിൽ pH-ന്റെ റെഗുലേറ്റർ ആണോ, കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനോ, എന്താണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവരെ വിളിക്കുക, അവർ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന അതിന് പറ്റിയ പ്രോഡക്റ്റ് നിങ്ങൾ അയച്ചു കൊടുക്കും. അല്ലേ? ഓക്കെ, സോ അതാണ് നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. സോ സീ യു സൂൺ, അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.